ഹായ്, സ്വന്തം തക്കോണ് പള്ളത്ത് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കൊല്ലങ്കോട് ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രത്തിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ആ കാണുന്ന മരംകൂട്ടമാണ് ചിങ്ങഞ്ചിറ ശ്രീകറുപ്പസ്വാമി ക്ഷേത്രം. ഞങ്ങൾ വീട്ടിൽ നിന്നും പുലർച്ചെ തന്നെ പുറപ്പെട്ടു. ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്ക് കാണുമെന്ന് വിചാരിച്ചാണ് നേരത്തെ പോയത്. പുറത്ത് നല്ല വെളിച്ചമുണ്ടായിരുന്നെങ്കിലും അമ്പലത്തിനകത്തേക്ക് കയറും തോറും ഇരുട്ടായിരുന്നു. ഇവിടെ നിറച്ചു ആൽമരങ്ങളാണ്. ആൽമരത്തിൻ്റെ ചില്ലകൾക്കിടയിലൂടെ വരുന്ന വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാർ പാർക്ക് ചെയ്തതിനു ശേഷം ഞങ്ങൾക്കിരിക്കാനുള്ള സ്ഥലം കണ്ടെത്തി. അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഓരോ ആളുകളായി വരാൻ തുടങ്ങി. അതിനുശേഷം പൂജാരിയും എത്തി. അമ്പലത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് അച്ഛൻ അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കി. ഇതിനും പാർവതി ഒരു കാട്ടാള വേഷമൊന്നുമില്ല മലയിൽ. അങ്ങനെ ശിവകറുപ്പസ്വാമിയായും പാർവതി വേദനയായും കുടിയേറിയെന്നാണ് പറയുന്നത്. ഇവിടെ ഇപ്പൊ മെയിൻലി ജനങ്ങൾ എന്തിനു പ്രാർത്ഥിക്കാനായിട്ട് വരിക? ഇത് എല്ലാം നമ്മുടെ എന്താണോ അത്, നമ്മുടെ കാര്യങ്ങൾ എന്താണോ പോയി കഴിക്കുക, പ്രാർത്ഥിക്കുക. നമ്മുടെ കാര്യങ്ങൾ സാധിക്കുമ്പോഴാണ് ഈ കോഴിയൊക്കെ തിരിച്ചുകൊണ്ടിടും. ആദ്യം പ്രാർത്ഥിച്ചിട്ട് പോകും, എന്നിട്ട് കാര്യസിദ്ധിക്ക് ശേഷം വന്നിട്ട് കോഴിയൊക്കെ ആയിട്ട് വന്ന് കോഴി വെട്ട 6 വെട്ട വന്ന് പ്രാർത്ഥിക്കും. പിന്നെ അതല്ലാത്തവർക്ക് കടുമധുരം വെച്ച് ചെയ്യും. അത് ശരി. അതിനാണ് ഈ പൊങ്കാല ഉപയോഗിക്കുന്നത്. പൊങ്കലല്ല, നമ്മുടെ പ്രസാദം ഉണ്ടാക്കുന്നത്. 9 മണി ആയപ്പോഴേക്കും നിറച്ചും ആളുകൾ വരാൻ തുടങ്ങി. ഇവിടെ കൊടുക്കുന്ന ബലി നമ്മൾ അവിടെ തന്നെ ഇരുന്ന് പാചകം ചെയ്ത് അവിടെ തന്നെ ഇരുന്ന് കഴിക്കണം എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. എല്ലാവരും ചേർന്ന് പാചകം ഗംഭീരമാക്കി. അതിനിടയിലൂടെ അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും ചാച്ചനും മേമയും കേശുവും എല്ലാവരും കൂടി ഒരു ഹായ് പറഞ്ഞു. പിന്നീട് എല്ലാവരും ചേർന്ന് ഒന്നിച്ച് ഫുഡ് ഒക്കെ കഴിച്ചു. ഇവിടെ ഒരു പ്ലസൻ്റ് ഫീൽ തന്നെയാണ്. ഒരു വട്ടമെങ്കിലും വന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ്. ഈ പ്രകൃതി ക്ഷേത്രത്തെക്കുറിച്ചുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി.